ഇന്നലെ കഴിഞ്ഞ ദിവസം വരെ രാഹുൽ അനുകൂലികളുടെ വലിയൊരു വാദം അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ മുന്നോട്ട് വെച്ചത്, രാഹുൽ ഈശ്വർ അടക്കമുള്ള കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു വെച്ചത് ഈ യുവതിയുമായുള്ള ബന്ധം മറച്ചുകൊണ്ടാണ് രാഹുലുമായി ഈ പെൺകുട്ടി FB വഴി പരിചയപ്പെട്ട എന്നാണ്. പക്ഷേ വളരെ കൃത്യമായി തന്നെ രാഹുൽ തൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ തന്നെ പറയുന്നു തനിക്കെല്ലാം അറിയായിരുന്നുവെന്നും ആ കാര്യങ്ങളിൽ തന്നോട് ചർച്ച ചെയ്തിരുന്നുവെന്നും അതിനുശേഷമാണ് ബന്ധം തുടങ്ങിയത് എന്നും. അപ്പോൾ ഓരോന്നായി പൊളിയുകയാണല്ലോ. നിങ്ങൾ എന്നെ വിളിച്ചത് ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്ന് കരുതിയിട്ടാണ് ഞാൻ പ്രതികരിച്ചത്. അതുണ്ട് അതിലേക്ക് വരാം. അല്ല, ഇതൊന്നും പ്രതികരിക്കാൻ ഞാനില്ല. ഞാൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായി വല്ലതും ചോദിക്കണമെന്ന് ചോദിക്കും. പറഞ്ഞോളൂ. ചോദിച്ചില്ലല്ലോ. അല്ല, അതിന് കൃത്യമായി തന്നെ താങ്കൾ എന്താണ് താങ്കളുടെ ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് നിലപാടുണ്ട്. നേതാക്കളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. മറ്റൊന്ന്, വീക്ഷണം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ്. അതിൽ പറയുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, കോൺഗ്രസിൽ വളർന്നു വരുന്ന യുവ നേതാക്കളെ തല്ലിക്കെടുത്താനുള്ള ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. ആ വാദം നിലനിൽക്കുന്നതാണോ സന്ദീപ്? ഞാൻ എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ രാഹുൽ ഈശ്വർ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ അദ്ദേഹം ഞാൻ സത്യം പറയണമെന്നും ഈ വിവാഹത്തിൽ അതിജീവിതയുടെ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തതല്ലേ, അതുകൊണ്ട് ആ സത്യം തുറന്നു പറയണമെന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ വീഡിയോ കാണുന്ന ആളുകൾ ഞാൻ എന്തോ മറച്ചു വെക്കുന്നു തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പിന്നെ സത്യം തുറന്നു പറയുക എന്നുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതൊരു ഒരു കുറ്റബോധമായിട്ട് പിന്നീട് അത് മനസ്സിൽ അവശേഷിക്കുന്നത് കൊണ്ട് ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുത്തയാളാണ്. ഞാൻ BJP-യിലായിരിക്കുന്ന സമയത്ത് ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുത്തയാളാണ്. എനിക്കറിയുന്ന ഓഗസ്റ്റ് മാസത്തിലായിരുന്നു അല്ലേ? ഞാനത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ തന്നെ പറയുമ്പോൾ രാജ്യത്തൊരു നിയമമുണ്ടല്ലോ, ആ നിയമവുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി എനിക്ക് വളരെ അടുത്തറിയാവുന്നവരാണ്. ആ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്. അവര് വളരെ ദീർഘകാലം ഒരുമിച്ച് തിരുവനന്തപുരത്തടക്കം താമസിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 ദിവസമേ ഒരുമിച്ച് താമസിച്ചു എന്നുള്ള വാദവും ശരിയല്ല. അവർ ഒരുമിച്ച് താമസിച്ചാണ്. എനിക്ക് നേരിട്ട് അറിയുന്ന കുടുംബമായതുകൊണ്ട് തന്നെ ഒരു വിവാഹമോചനം കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് പേപ്പർ മൂവ് ചെയ്തിട്ട് പോലുമില്ല. അപ്പം അത് ആ വാർത്തകളൊക്കെ അതെല്ലാം തെറ്റാണ്. അപ്പൊ എനിക്കറിയാവുന്നത് ആ സത്യം തുറന്നു പറയേണ്ടത് ഒരു ബാധ്യതയാണ്. സത്യം പറയേണ്ട ബാധ്യതയാണ്. സത്യം പറഞ്ഞു. അതിലപ്പുറം എന്റെ വിഷയത്തിലുള്ള നിലപാട് കോൺഗ്രസ് പ്രസ്ഥാനം സ്വീകരിച്ച നിലപാടാണ്. കോൺഗ്രസ് വളരെ മാതൃകാപരമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ബാക്കി കാര്യങ്ങളെല്ലാം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. അത് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. സത്യം വിജയിക്കട്ടെ. അല്ലെ, കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പൊതുവായ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? അല്ല, കോൺഗ്രസ് ആരോപണ വിധേയനെതിരെ സംഘടനാപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം കോടതിയിൽ രാജ്യത്തെ നിയമത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ അവിടെ നിയമപീഠമുണ്ട്. അവരത് വ്യാഖ്യാനിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വരട്ടെ. അതുമായി ബന്ധപ്പെട്ട് കോടതി അതിനെ വ്യാഖ്യാനിക്കട്ടെ. അതിലപ്പുറം എനിക്ക് ആ വിഷയത്തിലൊന്നും പറയാനില്ല. അപ്പോൾ ഈ വീക്ഷണത്തിന്റെ ഇന്നത്തെ മുഖപ്രസംഗത്തിന് ഒപ്പമല്ല താങ്കൾ എന്നാണോ? ഞാൻ ഒന്നിനും ഒപ്പമല്ലാന്നോ ഒപ്പമാണോ ഒന്നുമല്ല പറയുന്നത്. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിനൊപ്പമാണ്. കോൺഗ്രസ് പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞൊരു വിഷയത്തിൽ നടപടി എടുത്ത ഒരാൾക്ക് കോൺഗ്രസ് പാർട്ടിയുടെ മുഖപത്രമാണല്ലോ വീക്ഷണം. കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ നിലപാടുണ്ട്. അത് നടപടിയാണ്. നടപടി എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കോടതി പറയട്ടെ. അല്ല, കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം പറയുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. കോൺഗ്രസ് KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ഇനി നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. അത് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഈ രാഹുൽ ഈശ്വറിനെതിരെ ഈ താങ്കൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോ, അതിൽ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞതുപോലെ ഈ വിവാഹത്തിൽ പങ്കെടുത്ത ആളാണ് താങ്കൾ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ രാഹുൽ ഈശ്വറിനെതിരെ വീഡിയോ ചെയ്തിട്ടില്ല. അല്ല, രാഹുൽ ഈശ്വർ താങ്കൾക്കെതിരെയാണല്ലോ വീഡിയോ ചെയ്തത്. രാഹുൽ ഈശ്വർ എനിക്കെതിരെയല്ല. രാഹുൽ ഈശ്വർ എന്നോട് സത്യം പറയണമെന്ന് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ചെയ്തു. സ്വാഭാവികമായിട്ടും അത് എനിക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ്. ഞാനത് സത്യം മറച്ചു വെക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ പങ്കെടുത്ത കല്യാണം തന്നെയാണ്. അദ്ദേഹം അപ്പൊ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. ഞാൻ പങ്കെടുത്ത വിവാഹമാണ്. അതിൽ പറഞ്ഞ ആ വിവാഹത്തിൽ വിവാഹിതരായവരുടെ വിവാഹമോചനം കഴിഞ്ഞിട്ടില്ല. അവര് ഒരുമിച്ച് മാസങ്ങളോളം താമസിച്ചിരുന്നവർ തന്നെയാണ്. അതെല്ലാം എനിക്കറിയുന്ന കാര്യവും എനിക്കറിയുന്ന കുടുംബമാണ്. അപ്പൊ ഞാൻ എന്തിനാണ് ആ സത്യം മറച്ചു വെക്കുന്നത്? അല്ല, അങ്ങനെ ഒരു ഗൂഢാലോചന കൂടി താങ്കൾ സംശയിക്കുന്നുണ്ടോ? കാരണം രാഹുൽ പറയുന്നത് BJP CPM നെക്സസ് എന്നാണ്. അല്ല, അത്തരം കാര്യങ്ങളൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. എനിക്കറിയുന്ന സത്യം ഞാൻ പറഞ്ഞു. എനിക്കറിയുന്ന സത്യം ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അത് 4 ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നുള്ള വാർത്തകൾ ശരിയല്ല. മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് വളരെ വ്യക്തമായിട്ട് വളരെ നേരിട്ട് അറിയുന്ന ഒരു കുടുംബമാണ്. 2, അവരിപ്പോഴും വിവാഹമോചിതരല്ല.
ഗുരുവായൂരിൽ താലി കെട്ടിയതാണ്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. ബാക്കി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതായി പോകും. ശരി, ശ്രീ